ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 0 to π/2 sin of 3/2x divided by sin of 3/2x plus cos of 3/2x. നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് നോക്കാം. പറ്റുന്നില്ലെങ്കിൽ പ്രോപ്പർട്ടി അത് ആ ഓർഡർ ആയിരിക്കണം, മറന്നു പോകരുത്. ഓക്കെ ആണോ? നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ 0 to a ഫോമിലാണല്ലോ. ഇത് 0 to a ഫോമിലാണ്. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണ്. ആദ്യം തന്നെ തന്നിരിക്കുന്ന ഇൻ്റഗ്രലിനെ ഞാൻ ഐന്ന് ഡിനോട്ട് ചെയ്യാണ്. എന്താണത്? സൈൻ ഓഫ് 3/2x ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 3/2x പ്ലസ് കോസ് ഓഫ് 3/2x dx. എന്നിട്ട് എന്ത് ചെയ്യണം? 0 to a വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് പഠിച്ചിട്ടുള്ളത്? റീപ്ലേസിങ് x ബൈ a മൈനസ് എക്സ്. എ എന്ന് പറഞ്ഞാൽ π/2 ആയതുകൊണ്ട് റീപ്ലേസിങ് x ബൈ π/2 മൈനസ് എക്സ്. അങ്ങനെയാണല്ലോ പ്രോപ്പർട്ടി വരുന്നത്. സോ എക്സ് കാണുന്നിടത്തൊക്കെ π/2 മൈനസ് എക്സ് എഴുതാൻ പോവാണ്. ആ എക്സ് മാറിയിട്ട് π/2 മൈനസ് എക്സ് ആവും. എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടേക്ക് π/2 മൈനസ് എക്സ്. താഴെ സൈൻ റേസ്റ്റ് 3/2 π/2 മൈനസ് എക്സ് പ്ലസ് കോസ് റേസ്റ്റ് 3/2 π/2 മൈനസ് എക്സ് dx. ഇങ്ങനെ വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 0 to π/2 അറിയാമല്ലോ. സൈൻ π/2 മൈനസ് എക്സ് കോസ് എക്സ് അല്ലേ. അപ്പോൾ ന്യൂമറേറ്റർ കോസ് റേസ് ടു 3/2 എക്സ് ആവും. എഗെയിൻ വീണ്ടും സൈൻ π/2 മൈനസ് എക്സ് കോസ് എക്സ് ആണ്. താഴെ കോസ് റേസ് ടു 3/2 എക്സ് പ്ലസ് ഇവിടെ കോസ് π/2 മൈനസ് എക്സ് സൈൻ എക്സ് ആണ്. സൈൻ റേസ് ടു 3/2 എക്സ് dx. ഇങ്ങനെ കിട്ടും. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ഈ കിട്ടിയ ആളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ കിട്ടിയ ആളെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയില്ല. നേരെ പോവാ 2iലോട്ട്. ഐ വെച്ച് തുടങ്ങിയാലും മിക്കവാറും 2iലോട്ട് പോയിരിക്കും. ഓക്കെ, അതങ്ങനെയാണ്. ഇത് ഐ ആണ്. ഈ ടിക്ക് ചെയ്തതും ഐ തന്നെയാണ്. ടിക്ക് ചെയ്ത് രണ്ടുപേരും ആഡ് ചെയ്യുക. ഐ പ്ലസ് ഐ 2i. രണ്ടിനും കോമൺ ആയിട്ട് 0 to π/2 ആണ് ഉള്ളത്. ഇവർ രണ്ടുപേരും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇവർക്ക് രണ്ടുപേർക്കും ഒരേ ഡിനോമിനേറ്റർ ആണ്. ചെക്ക് ചെയ്ത് നോക്കിയോ. സൈൻ റേസ്റ്റ് 3/2x പ്ലസ് കോസ് റേസ്റ്റ് 3/2x. ഇവിടെ അതെ സൈൻ റേസ്റ്റ് 3/2x പ്ലസ് കോസ് റേസ്റ്റ് 3/2x. ഇപ്പം രണ്ടാൾക്കാരെയും ആഡ് ചെയ്യാം. രണ്ടിൻ്റെ കോമൺ ഡിനോമിനേറ്റർ എന്താണ് വരുന്നത്? സൈൻ റേസ്റ്റ് 3/2x പ്ലസ് കോസ് റേസ്റ്റ് 3/2x. കോമൺ ഡിനോമിനേറ്റർ. എന്നിട്ട് ആ ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. സൈൻ റേസ്റ്റ് 3/2x പ്ലസ് കോസ് റേസ്റ്റ് 3/2x. ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യുക. സൈൻ റേസ്റ്റ് 3/2x പ്ലസ് കോസ് റേസ്റ്റ് 3/2x dx. ഇവിടെ ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അവ തമ്മിൽ വെട്ടിപ്പോകുമ്പോൾ 1 കിട്ടും. ഇത് ഇൻ്റഗ്രൽ 0 to π/2 1 dx ആണ്. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണെന്ന് അറിയാലോ. എക്സ് 0 to π/2. എക്സിന് നമ്മൾ π/2 കൊടുക്കുക, മൈനസ് എക്സിന് 0 കൊടുക്കുക. അപ്പോൾ ഇത് π/2 വരും. 2i = π/2 ഓർ i = 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ i = π/4 വരും. ഇതാണ് ഇതിൻ്റെ ആൻസർ.